ഹല്ലേലൂയ. അതൊക്കെ എനിക്ക് അനുഗ്രഹമായിരുന്നു. കഴിഞ്ഞ വർഷക്കാലം 6 പേരെ സ്നാനപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കി. അതുപോലെ തന്നെ ഇനിയും സ്നാനം ഏൽക്കുവാൻ കുറച്ച് പേരോടുണ്ട്. അവരൊക്കെ എന്നെ ഒരുങ്ങി റെഡിയാകാൻ വേണ്ടി ഹല്ലേലൂയ ചിലരൊക്കെ സ്നാനപ്പെടുമെന്ന് പറയുന്നുണ്ട്. അവരൊക്കെ ഒരുങ്ങി റെഡിയാവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഇത് വായിച്ച സങ്കീർത്തനത്തിലേക്ക് വളരെ വേഗം പോകാൻ ആഗ്രഹിക്കുന്നു. എന്റെ മുമ്പിൽ അധികം സമയം എന്റെ മുമ്പിൽ ഇല്ല. പ്രൈസ് ദി ലോർഡ്. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് എഴുതിയത് ഘോരകപുത്രന്മാരാണ്. ഇത് എഴുതിയത് ഘോരകപുത്രന്മാരാണ്. ഘോരകപുത്രന്മാർ എഴുതുമ്പോൾ ഹല്ലേലൂയ നമുക്കറിയാം സംഖ്യാപുസ്തകം 16:33 ഹല്ലേലൂയ ഘോരകും അഭിരാമൊക്കെ തകർന്നു പോയപ്പോ, ജീവിതത്തിൽ ഇല്ലാതെയായി പോയപ്പോ, അവരൊക്കെ നഷ്ടപ്പെട്ടു പോയപ്പോൾ, ദൈവിക ആരാധനകൾക്ക് വിരുദ്ധമായി നിന്നത് അവരുടെ ജീവിതത്തിൽ നാശത്തിന് കാരണമായി തീർന്നപ്പോൾ നമുക്കവിടെ വായിക്കാം. അതിന് 31 വായിക്കാം. സംഖ്യ 16:33. സംഖ്യ അങ്ങനെ അന്ന് തന്റെ പൂർവ്വപിതാക്കന്മാർ അല്ലെങ്കിൽ തന്റെ പിതാക്കൾ നശിച്ചു പോയെങ്കിലും ഇവിടെ ആരാധനയുടെ പ്രാധാന്യത്തെ വിളിച്ചറിയിക്കുന്ന ഹല്ലേലൂയ തലമുറയെ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിതാക്കന്മാർ നഷ്ടപ്പെട്ടു പോയെങ്കിൽ, ആരാധനയെങ്കിൽ നഷ്ടപ്പെട്ടു പോയപ്പോൾ ഹല്ലേലൂയ ശക്തമായി തിരിച്ചു വരുന്ന ഒരു ഗ്രൂപ്പിനെയാണ് കാണാൻ കഴിയുന്നത്, തലമുറയാണ് കാണാൻ കഴിയുന്നത്. അപ്രകാരം നമ്മുടെ തലമുറകൾ ദേശത്ത് ഉയർന്നു വരുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ അവിടെ അവരുടെ വാഞ്ച അത്ര വലുത. അത് നമുക്ക് 1-ാം സങ്കീർത്തനത്തിൽ കാണാൻ കഴിയുന്നത്. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! അവരുടെ അകത്തകത്ത് ഭയങ്കര ഒരു വാഞ്ചയുണ്ട്. ആ തിരുനിവാസത്തിലേക്ക് ചെല്ലാൻ, ആ തിരുനിവാസത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ, ആ ദൈവകൃപയൊന്ന് ഏറ്റെടുക്കാൻ ഭയങ്കര ആഗ്രഹത്തോടെ ഇരിക്കുന്ന സഹോദരങ്ങളെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ തന്റെ ജീവിതത്തിൽ കുടുംബത്തിന്റെ അകത്ത് ആരാധന മൂലം നഷ്ടപ്പെട്ടു പോയപ്പോ, ചിലരൊക്കെ നഷ്ടപ്പെട്ടു പോയപ്പോ, ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ അവരെ നോക്കി നിൽക്കാനല്ല, ദൈവസന്നിധിയിലേക്ക് ഓടി വരുവാൻ ഓടി വരുന്ന ഒരു കൂട്ടത്തെയാണ് ദൈവം കണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്രകാരം ആരാധനയുടെ പ്രാധാന്യതയെ കുറിച്ച്, ആരാധനയ്ക്കുള്ള അതിന്റെ മഹത്വത്തെ കുറിച്ച് വർണ്ണിക്കാനാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രിയുടെ പകൽക്കാലം ഞാൻ പറയട്ടെ, ആരാധനയ്ക്ക് എത്ര പേർ അപ്രകാരം ദൈവത്തിൽ കടന്നു വരാൻ താല്പര്യം കാണിക്കുന്നു? ഹല്ലേലൂയ. ഇന്ന് എനിക്ക് ചോദിക്കാനുള്ളത്, ഹല്ലേലൂയ, പാസ്റ്റർ എന്ത് പറയുമെന്ന് വിചാരിച്ചിട്ടല്ല ആരാധനയ്ക്ക് വരേണ്ടത്. ഹല്ലേലൂയ. കൂട്ടു സഹോദരങ്ങൾ എന്ത് പറയുമെന്ന് വിചാരിച്ചിട്ടല്ല ആരാധനയ്ക്ക് വരേണ്ടത്. നമ്മുടെ അകത്തകത്ത് ഒരു വലിയ വാഞ്ചയുണ്ടായിരിക്കണം. എനിക്കിന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്കണം. മറ്റെല്ലാത്തിനേക്കാൾ ഉപരിയായി, മറ്റെല്ലാവരെക്കാൾ ഉപരിയായി വാഞ്ചയോടെ ദൈവത്തിൽ കടന്നു വരാൻ ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ. അതാ ദൈവം നമ്മളിൽ പ്രതീക്ഷിക്കുന്നത്. ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും വരാനല്ല, ഹല്ലേലൂയ, ആരുടെയെങ്കിലും പരമ്പരാഗത കൊണ്ട് വരാനല്ല. ഇവനോട് പറയാൻ അപ്പനില്ല, പറയാനായില്ല, അപ്പനില്ല, അപ്പൻ പട്ടിപോയവരാ. പക്ഷേ ഇവരുടെ അകത്തൊരു വാഞ്ചയുണ്ട്, ദൈവത്തെ ആരാധിക്കാൻ ഒരു വാഞ്ചയകത്തുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം തിരിച്ചറിയട്ടെ, അതുപോലെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട്, സഭയിലെ കുഞ്ഞുങ്ങളോടൊക്കെ പറയാനിടയായി തീർന്നു. ഞങ്ങളുടെ ഇടയിൽ ഹല്ലേലൂയ 2 തലമുറകൾ അവർ ഒറ്റയ്ക്ക് ദൈവസന്നിധിയിൽ വരുന്നുണ്ട്.
ആ ഒരു കുഞ്ഞ് PSCS പഠിക്കാൻ ഉടുപ്പിട്ട് പ്രദേശത്തായിരിക്കുന്നു. അവിടെ ഞാൻ പറഞ്ഞു ചർച്ചയിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചർച്ചയിൽ പോവുകയാണ്. അവർക്ക് അതിന്റെ ഡ്യൂട്ടി ഗോവയുടെ പ്രദേശത്തേക്ക് ഡ്യൂട്ടി കിട്ടും. ആ കുഞ്ഞ് തലേന്ന് രാത്രി തലേന്ന് ശനിയാഴ്ച എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് ഇവിടെ എങ്ങും കയറാൻ ഒരു ചർച്ച ഞാൻ കണ്ടെത്തിയിട്ടില്ല, നാളെ എന്നെ ഓൺലൈനിൽ ഒന്ന് കണക്ട് ചെയ്യണേ, ഫോണിലൂടെ ഞങ്ങൾ പ്രാർത്ഥനയിരിക്കുന്നവരുണ്ട്, എന്നെ ഒന്ന് കണക്ട് ചെയ്യണമേ എന്ന് പറയാനിടയായി തോന്നുന്നു. ഞാൻ കുഞ്ഞുങ്ങളെ നോക്കി പറഞ്ഞു, മക്കളെ നിങ്ങളെയൊക്കെ ഞാൻ പ്രാർത്ഥിക്കാൻ പലപ്പോഴും നിർബന്ധിക്കുമ്പോ അപ്പൻ കുടിയനായ ആ മകളോടിന്റെ പൗരമലകളല്ല പ്രാർത്ഥനയ്ക്ക് കയറ്റണമെന്ന് പറഞ്ഞു. ആരുടെയും നിർബന്ധമില്ലാതെ കയറുന്ന വിഷയത്തെ കുറിച്ച് പറയാനിടയായി തീർന്നു. അങ്ങനെയുള്ള വ്യക്തികളെ ദൈവം ബാധിക്കുമെന്ന് പ്രാരംഭത്തിൽ അവൻ കടന്നുപോയി. ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവനാണ്. ഒത്തിരി പ്രശ്നങ്ങൾ കൂട്ടുകാർ ഒത്തിരി ബുദ്ധിമുട്ടിച്ചു. അത് കടന്നിട്ട് വരണമെന്ന് പോലും വിചാരിച്ചു. പക്ഷേ 2ാം വർഷം അവൻ നല്ല മാർക്കോടെ പാസ്സായെന്ന് എനിക്ക് കേൾക്കാനിടയായി തീർന്നു. ഞാൻ പറയട്ടെ, ഹാലലിയ, ദൈവത്തിനായി ഹാലലിയ, കുഞ്ഞിന്റെ അകത്തെ ആ വലിയ ഹാലലിയ ആരും തന്നോട് പറയാനില്ലെങ്കിലും അവിടെ അകത്ത് കത്തിയിരിക്കുന്ന ആ ദൈവസ്നേഹമുണ്ടല്ലോ, അവൻ ആരാധനയ്ക്കായി കൊതിയോടെ വരികയാ. അവൻ ആരാധനയ്ക്കായി കൊതിയോടെ ഹൈന്ദവ പശ്ചാത്തലത്തിന് വിശ്വാസത്തിൽ വന്ന കുഞ്ഞ് അധിക കാലമായിട്ടില്ല. പക്ഷേ ആഗ്രഹത്തോടെ ഇരിക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ അകത്തുള്ള അപ്രകാരമുണ്ട്. വിശ്വാസത്തിന്റെ ആഴമെന്ന് ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ വിലയിരുത്തട്ടെ. ഇവിടെ ഉള്ളത്തിൽ നിന്ന് യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. വേറെ മോഹമൊന്നും ഇല്ലല്ലേ? ഇന്ന് പകൽക്കാലം നമുക്ക് മറ്റു പലരും മോഹമുണ്ടെങ്കിൽ ഇവിടെ സങ്കീർത്തനക്കാരെ ഭക്തൻ വിളിച്ചു പറയുക, എനിക്ക് ഒറ്റ മോഹമേ ഉള്ളൂ, എന്റെ കർത്താവിന്റെ അടുത്തേക്ക്, എന്റെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് ചെല്ലണം, അവിടെ ചെലുത്തുന്നു പ്രാപിക്കണം. വെറുതെ ചില മണിക്കൂറുകൾ ഇരുന്നു പോകാനല്ല ദൈവം ഇന്ന് രാത്രി പകൽക്കാലം നമ്മെ കൂട്ടിയെടുക്കുക. ചില പ്രാപിക്കുക, പ്രാപിച്ചോളെ പോകത്തുള്ളൂ, ചില ഏറ്റെടുത്തേ പോകത്തുള്ളൂ. വെറുതെ ഇരിക്കാൻ ദൈവം ആരെയും വിളിച്ചിട്ടില്ല. യാക്കോബിന്റെ കടലിൽ വെച്ച് ഇപ്രകാരം പറയാനിടയായി തീർന്നു. എല്ലാം ഉണ്ട്, എല്ലാ സമ്പത്തുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ അവർ ഇപ്രകാരം പറഞ്ഞു, എല്ലാവരും അക്കരെ കടത്തിയിട്ട് ഇനി ഞാൻ മുമ്പോട്ട് പോകണമെങ്കിൽ കർത്താവേ എനിക്കൊരു കൃപ ആവശ്യമാണ്, എനിക്കൊരു കൃപ ആവശ്യമാണ്. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ വീടുകളിലേക്ക് ആദ്യം അവന്റെ അകത്തളത്തെ തീരുമാനമെടുത്തു. എന്താകട്ടെ വിഷയം, അത് കഴിഞ്ഞ വിഷയമില്ല. പക്ഷെ കർത്താവ് എനിക്കൊരു സ്റ്റെപ്പിന് മുമ്പോട്ട് പോകത്തില്ല. അങ്ങനെ അനുഗ്രഹം എനിക്ക് ആവശ്യമാണ്. രാത്രിയുടെ യാമത്തിൽ എല്ലാവരും മക്കളെ കടത്തിയിട്ട് തനിയായിരുന്നു മണ്ണ് പിടിച്ചപ്പോ ദൈവം അവരെ തൊടുവണ്ണയായി തോന്നുന്നു. അവന്റെ പേര് മാറ്റിയെങ്കിൽ അവൻ മണ്ണ് പിടിച്ചെന്ന് പറയുമ്പോ ഹോശിയ 12 കാണാൻ കഴിയും. സൈനിക തൊഴുത്ത് വായിക്കുന്നില്ല. അവിടെ പറയുന്നത് അവൻ കരഞ്ഞപേക്ഷിച്ചു, അവൻ കരഞ്ഞപേക്ഷിച്ചു. അവൻ കരഞ്ഞപേക്ഷിച്ചു. ദൈവം കൊടുക്കാനിടയായി തീർന്നു. കരയുന്നവന്റെ പ്രാർത്ഥന, കരയുന്നവന്റെ പ്രാർത്ഥനയെ ബാധിക്കുന്നൊരു സ്വർഗമുണ്ട്. ഞാൻ പറയട്ടെ, നമുക്ക് വേണ്ടി ആ കരയാൻ തയ്യാറായാൽ, നാം കരയാൻ തയ്യാറായാൽ നമ്മുടെ പേരുകൾ മാറ്റുന്ന ദൈവപ്രവർത്തിയാണ്. അവൻ ദൈവത്തിന് എല്ലാം ഉണ്ടായിട്ടും നമുക്ക് എല്ലാം കാണും, ശരിയാണ്. പക്ഷെ ഇന്ന് പകൽക്കാലം ഒരാത്മകൃപയില്ലെങ്കിൽ ഈ വല്ലാത്ത കാലത്ത് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. വല്ലാത്തൊരു കാലമാണ്. അപ്പൻ മക്കളെ കൊല്ലുന്നു, മകൻ അമ്മയെ കഴുത്തറക്കുന്നു. വല്ലാത്തൊരു കാലത്തിലൂടെ പോകുമ്പോ ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന അത്യന്താവശ്യമാണ്. പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. ഈ ഒരു വാഞ്ചയോടെ ഞാൻ നിർത്തുക. ഞാൻ വളരെ പെട്ടെന്ന് ഈ സങ്കീർത്തനത്തിൽ വേറെ ഭാഗത്തിൽ കയറാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഈ സങ്കീർത്തനത്തിൽ 3 ഭാഗ്യവാന്മാരെ കുറിച്ച് കാണാം.